മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു. PR ഏജൻസിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രി ഇക്കാലം അത്രയും നൽകിയ ഓരോ വാഗ്ദാനങ്ങളും, ഓരോ ചാരിറ്റിയും, ഓരോരോ സഹായങ്ങളും, ഓരോ സന്ദർശനങ്ങളും PR അഥവാ പബ്ലിക് റിലേഷൻസുകാരാണ് നിയന്ത്രിച്ചിരുന്നത് എന്നതാണ് വസ്തുത. PR ഏജൻസികളെ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പറയാത്ത കാര്യമാണ് പത്രത്തിൽ അച്ചടിച്ചു വന്നതെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പറയാത്ത കാര്യമാണ് വന്നതെന്ന് മുഖ്യമന്ത്രി വാദിക്കുമ്പോൾ തന്നെ പിന്നെങ്ങനെ അത് വന്നുവെന്ന് അന്വേഷണം വേണ്ടേ എന്നാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട്. ഈ സാഹചര്യത്തിലാണ് ഈ വിവാദമുണ്ടാക്കിയ ദോഷത്തിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന ചോദ്യം ഉയർന്നത്. അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ് എന്നും അഭിപ്രായമുയർന്നു. PR ഏജൻസിയുടെ പങ്ക് വ്യക്തമാക്കിയ ദ ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണം കൂടുതൽ ദോഷമായില്ലേ എന്നും PR ഏജൻസി ഇല്ലെന്ന് വിശദീകരിച്ചാൽ ആ ക്ഷതം മാറുമോ എന്നും ചോദ്യങ്ങൾ ഉയർന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രി PR വിവാദത്തിൽ വിശദീകരണം നൽകിയത്. പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ച വാദങ്ങളാണ് അവിടെയും ആവർത്തിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഈ കാര്യം വിശദീകരിക്കുകയായിരുന്നു. ഇതടക്കം മുഖ്യമന്ത്രിയുമായും സർക്കാരുമായും ബന്ധപ്പെട്ട തുടർച്ചയായ വിവാദങ്ങൾ CPM സമ്മേളനങ്ങളിൽ ചർച്ചയാകുമ്പോൾ മറുപടി നൽകാൻ പാർട്ടി ഔദ്യോഗിക വിശദീകരണ രേഖ തയ്യാറാക്കി. വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവും എന്ന പേരിലുള്ള മാർഗരേഖ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന വിശദീകരണങ്ങളാണ് രേഖയിലുള്ളത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുമായുള്ള സ്വീകാര്യത തകർക്കാനാണ് RSS ബന്ധം ആരോപിക്കുന്നത് എന്നാണ് വിശദീകരണം. പോലീസുമായി ബന്ധപ്പെട്ടും PV അൻവർ ഉയർത്തിയ മറ്റ് വിഷയങ്ങളിലുള്ള പാർട്ടി വിശദീകരണങ്ങളുമുണ്ട്. ഈ വരും മാസങ്ങളിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പെങ്ങാനും വന്നാൽ കൂടിയാൽ 25 സീറ്റുകൾ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കിട്ടുകയുള്ളൂ എന്ന് ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്ന പിണറായി ഭക്തർക്ക് വരെ ബോധ്യമായി തുടങ്ങിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തകർച്ചയും വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ തൃശൂർ സീറ്റ് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തപ്പോൾ പിണറായിയെ ആരാധിച്ചിരുന്ന മുസ്ലിം സഖാക്കൾക്ക് ഇരട്ടച്ചങ്കന്റെ ഇരട്ടത്താപ്പ് പിടികിട്ടുകയും അൻവറിനെ പോലെ, ജലീലിനെ പോലെ, റസാഖിനെ പോലെ, റഹീമിനെ പോലെ പല കാലുമാറ്റക്കാരെയും സ്വയമേവ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെയും പര്യവസാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് മലപ്പുറത്തെ യുദ്ധം കാണിക്കുന്നത്. മലപ്പുറം യുദ്ധം സഖാക്കൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മലപ്പുറം ഉണ്ടായത് മുതൽ, കരിപ്പൂർ എയർപോർട്ട് ഉണ്ടായത് മുതൽ, 1991 ലീഗിന് 19 സീറ്റുകൾ കിട്ടിയത് മുതൽ സഖാവ് നായനാർക്കും സഖാവ് VS-നും സഖാവ് പിണറായിക്കുമെല്ലാം മലപ്പുറം എന്നാൽ മുറുക്കാൻ കടയുടെ സമീപമുള്ള തൂണ് പോലെയാണ്. എല്ലാവരും വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ളത് തേക്കുന്നത് ആ തൂണിലായിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, തെരഞ്ഞെടുപ്പുകൾ വന്നാലും, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മലപ്പുറത്തെ ചൊറിഞ്ഞാൽ ലേശം ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാമെന്നാണ് കമ്മ്യൂണിസ്റ്റ് RSS ചിന്താധാരയാണത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണം കള്ളക്കടത്തായി എത്തുന്നത് ഗുജറാത്തിലാണ്. വിമാനം വഴിയും പോർട്ട് വഴിയും ടൺ കണക്കിന് സ്വർണമാണ് എത്തിച്ചേരുന്നത്. ഗുജറാത്തികൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ആ കള്ളക്കടത്ത് പണം വേറെ നല്ല കച്ചവടങ്ങൾക്ക് ഉപയോഗിക്കുകയുമാണ്. നമ്മുടെ മലപ്പുറത്തുകാരും കണ്ണൂർക്കാരും ഏറ്റവും പുതിയ കാറുകൾ വാങ്ങിക്കൂട്ടി ഇൻസ്റ്റഗ്രാമിൽ ഹബീബി കം ടു കേരള കളികൾ കളിക്കുമ്പോൾ സാധാരണക്കാരായ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന അസൂയ മൂത്തുമൂത്ത് അത് ഒറ്റിൽ അവസാനിക്കുകയുമാണ്. ഏറ്റവും അധികം സ്വർണം പിടിക്കപ്പെടുന്നത് കൂടെയുള്ളവർ പണി കൊടുക്കുമ്പോഴാണ്. അതല്ലാതെ ADGPയുടെ കഴിവോ കസ്റ്റംസിന്റെ കഴിവോ ഒന്നുമല്ലാതെ. ഇങ്ങനെയൊക്കെ എന്തൊക്കെ പേരുമോശം വന്നാലും ഒരു വവ്വാലോ, ഒരു പ്രളയമോ, ഒരു ഉരുൾപൊട്ടലോ, ഒരു കോവിഡോ ഒക്കെ വന്നാൽ PR കമ്പനിക്കാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് കരുതലിന്റെ രാജാവ് രംഗപ്രവേശവും ചെയ്യും. എന്നും വൈകുന്നേരം 6 മണിക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവപുത്രനായി പിണറായിയും കുട്ടി സഖാക്കന്മാരും മുസ്ലിം സഖാക്കന്മാരും വാഴ്ത്തുപാട്ടുകളും പാടിത്തുടങ്ങും. അങ്ങനെ പാടി മാലാഖിയായി മാറിയ KK ശൈലജ ഇന്നിപ്പോൾ കാഫറിൽ കുടുങ്ങി വെറും ശൈലജയായി മാറി വീട്ടിലിരിപ്പുണ്ട്. PR-നുമില്ലേ ചില പരിമിതികളൊക്കെ.